ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അലൻ റഫി. എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയം മലയ്ക്ക് പോയിരുന്നു കേട്ടോ. നമ്മളവിടെ പോയിട്ട് വള്ളത്തിൽ കയറാൻ വേണ്ടി ഒരുപാട് നേരം കാത്തിരുന്നിട്ടാണ് നമുക്കൊരു വള്ളം കിട്ടിയത് കേട്ടോ. നമ്മൾ കയറിയ വള്ളത്തിലെ ചേട്ടൻ്റെ പേരാണ് ലിസി ചേട്ടൻ. ലിസി ചേട്ടൻ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം കാത്തിരുന്നാൽ പോലും നമ്മൾ ആ കാത്തിരിപ്പിന് നല്ലൊരു ഇതായിട്ട് ചേട്ടൻ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഫുൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. നമ്മൾ അടുത്ത കൊല്ലം പോകുമ്പോൾ ചേട്ടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, ഞാനിവിടെ തന്നെ ഉള്ളതാണ്. 5 വർഷമായുള്ളൂ ഈ പരിപാടി. ഈ ആമ്പൽ എന്ന് പറയുന്ന സംഭവം ലോകം അറിയപ്പെടാൻ തുടങ്ങി. 5 വർഷമായിട്ടുള്ളൂ. ഈ പാടം എന്ന് പറയുന്നത് നെൽപ്പാടാണ്. 1850 ഏക്കറാണ്. ഓരോ വ്യക്തിയുടെയാണ് സ്ഥലം. അതിനകത്ത് 1 ഏക്കർ ഉള്ളവരുണ്ട്, 5 ഏക്കർ, 50 ഏക്കർ, 100 ഏക്കർ ഉള്ളവരുണ്ട്. അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ തുഴയുന്നുണ്ട്, അവർക്ക് ഷെയർ കൊടുക്കുക അങ്ങനെ വല്ല? ഇല്ല, ഇത് ഞങ്ങളുടെ തന്നെയാണ് ഈ പ്രോപ്പർട്ടി എല്ലാം. ഈ വള്ളം തുഴയുന്ന എല്ലാവർക്കും ഇതിനകത്ത് സ്ഥലമുള്ളതാണ്. ഓക്കെ ഓക്കെ. അത് കാരണം ഞങ്ങൾക്ക് ഇതിനകത്ത് നടക്കാം. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ ഉടനെ നെൽകൃഷിക്ക് വേണ്ടി ഈ വള്ളം ആവശ്യമുണ്ട്. ഇത് മൊത്തം ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ആറാണ്. ഈ വള്ളം എല്ലായിടത്തും വെളിയിലും. എന്നിട്ട് അങ്ങ് ദൂരോട്ടുള്ള കൃഷിക്ക് വിത്തും വളവും കൊണ്ടുപോകണം. ഈ വള്ളത്തേലാണ് കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് ഈ വള്ളം എടുക്കുന്നത്. ഇത് കഴിഞ്ഞ് 6 മാസം നെൽകൃഷി. അതായത് ഇപ്പം ഈ മാസം അവസാനത്തോടുകൂടി ഈ വെള്ളം ഇപ്പം പറ്റിച്ചുകൊണ്ടിരിക്കുക. ഈ വെള്ളം ഈ ഒരു 10-15 ദിവസം കൊണ്ട് ഈ വെള്ളം മൊത്തം പറ്റും. അതിന് മുന്നേ ഇത് മൊത്തം മരുന്നടിക്കും. ഈ ആമ്പലിന് മൊത്തം മരുന്നടിച്ച് ഇത് ചീച്ച് കളയുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വളമായിട്ട് അത് അത് നെല്ലിനൊരു വള. എന്നിട്ട് വെള്ളം പറ്റിച്ചിട്ട് നെല്ല് കൃഷി ചെയ്യും. അതിന് ട്രില്ല് അടിച്ച് കൂട്ടും. എന്നിട്ട് നെല്ല് കൃഷി ചെയ്യും. അത് മാർച്ച് അവസാനത്തോടു കൂടി പിന്നെ വിളവെടുപ്പാണ്. നെല്ല് കൊയ്ത് നെല്ലെല്ലാം കയറി. അത് കഴിഞ്ഞിട്ട് അങ്ങപ്പുറം കായല ഇതിൻ്റെ ബൗണ്ടറി ഒരു 10 മോട്ടർ വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ വെള്ളം അടിച്ച് വെളിയിലോട്ട് പറ്റിക്കുന്നത്. അത് കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ മോട്ടറെല്ലാം എടുത്ത് മാറ്റുന്നു. അവിടുന്ന് വെള്ളം നേരെ ഈ പാടത്തോട് പിന്നെയും കയറുക. അത് ഒരു ജൂലൈ അവസാനത്തോടു കൂടി ആമ്പല് വീണ്ടും കിളുക്കും. ഇതിന് ചുവട് ഇതിൻ്റെ അടിയിലുണ്ടാവും. ഓക്കെ ഓക്കെ. കൃഷി ചെയ്താലും അത് പോകത്തില്ല. ചുവടത്തിൻ്റെ അടിയിലുണ്ട്. ഇവിടെ ഒരിക്കലും അത് പോകത്തില്ല. ഇങ്ങനെ പിന്നെ ഞങ്ങൾക്കൊരു 3 മാസം കിട്ടും. ഓഗസ്റ്റ് സെപ്റ്റംബറിലായില്ല സീസണൽ ഇതാണ്. ഓക്കെ ഓക്കെ. സംഭവം ഷെയർ ചെയ്ത് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.